നായ ഒരുപാട് ഉറങ്ങൂല. ഇന്നലെ ഉറക്കമൊഴിഞ്ഞെന്ന് പറഞ്ഞ് പകല് മൊത്തം കിടന്നുറങ്ങൂല നായ. അങ്ങനെ ഉറങ്ങുന്ന നായ ഉണ്ടെന്ന് ഏതെങ്കിലും ഇങ്ങനെ ചിന്തിച്ചു നോക്കി. ഒരു നായയും ഒരുപാട് ഉറങ്ങൂല, വളരെ കുറച്ചുറക്കം മാത്രമേ നായ. അതുകൊണ്ടാണ് ആ നായ എന്തിനെ ഏർപ്പെടുത്തിയിരിക്കുന്നത്? കാവൽ നിൽക്കണം. കാവൽ നിൽക്കുന്ന ആൾ ഉറങ്ങിയാൽ ഫസ്റ്റ് ആയിരിക്കും. നമ്മൾ കിടന്നുറങ്ങിയാൽ ഭാര്യ ആരെങ്കിലും വിളിച്ചോണ്ട് വരാൻ നമ്മളറിയത്തില്ല. ഉച്ചയ്ക്ക് വന്ന് ചോറ് വെച്ചിട്ട് വിളിക്കാൻ പറയും. അപ്പോ നായ ഉണ്ടല്ലോ, കുറഞ്ഞ ഉറക്കമേ അതിനുള്ളൂ. നായ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുക ഒരു വീടിന്റെ മുമ്പ്, ഗേറ്റൊന്നും ചാടി, അതോടുകൂടി നായ ഉറക്കം വീഴും. ഈ മനുഷ്യനങ്ങോട്ട് ആ നഗരൊക്കെ അങ്ങോട്ട് പോയി വെട്ടമൊക്കെ വെളിച്ചമൊക്കെ മാറുമ്പോൾ വീണ്ടും ഈ നായ വന്ന് കിടന്നുറങ്ങാൻ പെട്ടെന്ന് എടുത്തോണ്ട്. ഇതായിരിക്കണം ഒരു മനുഷ്യന്റെ ഉറക്കം. ഇതേ ആവാവൂ ഒരു മനുഷ്യന്റെ ഉറക്കം. നമ്മൾ ഉറങ്ങുന്ന കാരണം 16 തലയണ ഉണ്ടാവും അല്ലേ? പിന്നെ ഏത് കോലത്തിലാ കിടക്കുക? അനിയനുടുത്ത ഉണ്ടായിരിക്കും, ചേട്ടൻ രാവിലെ എടുക്കൊണ്ട് ഇറങ്ങി വരിക. ഒരു റൂമിൽ കിടക്കുകയാണെങ്കിൽ മര്യാദക്ക് കിടക്കുമോ? വേറെ ഒന്നുമല്ല, നമ്മുടെ രാത്രി ഇതിന്റെ ജോലി. മര്യാദക്ക് എന്തെങ്കിലും ദിക്റ് പറയാനുണ്ട്, സലാത്തിൽ ആളൊന്നുമില്ല. രാത്രി ഉറക്കത്തിൽ എന്താ പ്രേത സീരിയൽ 12 മണിക്ക് കണ്ടിട്ട് കിടന്നുറങ്ങണ വാർത്ത പിന്നെ ഇങ്ങനെ നിലവിളിച്ചില്ലെങ്കിൽ എനിക്ക് തോന്നും. അങ്ങനെയുള്ളവർക്ക് ഒരൊറ്റ ദിക്റേ ഉള്ളൂ. ഔദുബില്ലാഹി വിനക്കണ്ട ശൈത്താനെ നിനക്കെന്തെങ്കിലും വന്ന എനിക്കെന്തിരെ ചെയ്താൽ ഒറ്റ ഊതരം കൂടിക്കൊടുക്കും. ചെയ്ത്താൻ പോലും പരിസരത്ത് വരില്ല. രാത്രി ജോലി കഴിഞ്ഞ് വരുന്ന ഭർത്താക്കന്മാർക്ക് തലയ്ക്ക് വിളിച്ച് വളരെ ജോലി ഇപ്പോൾ. അപ്പോ രാത്രികാലത്ത് ഉറക്കത്തിന്റെ മര്യാദ നമ്മൾ ശീലിക്കണം. കുഞ്ഞുമക്കളെ വിളിച്ചെടുത്തിരുത്തിയിട്ട് അല്ലാഹുമ്മ അല്ലാഹുമ്മ ബിസ്മിക ബിസ്മിക അമൂതു വ അഹ്യ എന്ന് മക്കളെ കൊണ്ട് പറയിപ്പിക്കണം. ഉറങ്ങുമ്പോ പറയാനുള്ള ദിക്ർ അറിയോ മോനെ? അറിയോ? എന്താ അവനറിയാം. അവന്റെ പേരെന്താ? അമാൻ. അൽ അമാൻ. അള്ളാഹു ആ പൊന്നുമോൻ അല്ലമാനാകട്ടെ, നല്ല മോനെ. അവ ഉറങ്ങുമ്പോ പറയാനുള്ള ദിക്റ് പറഞ്ഞു. ഇനി ഉണരുമ്പോ പറയാനുള്ള ദിക്റ് ഞാനിപ്പോ ചോദിക്കട്ടെ. ഉമ്മ വെക്കണ അങ്ങനാണോ? അപ്പൊ അതൊക്കെ നമ്മൾ ശീലിക്കണം. ഉമ്മായുപ്പായും പറഞ്ഞു കൊടുക്കണം. അത് കേട്ടിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുഞ്ഞുമക്കൾ അത് ശീലിക്കണം. അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഅഹിയ, നിന്റെ നാമത്തിൽ ഞാൻ മരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു റബ്ബേ. ഇതൊക്കെ വലിയ മന്ത്രങ്ങളാ. ഇന്ന് നമ്മുടെ മക്കൾക്കുള്ള ഒരേ ഒരു മന്ത്രം എന്താണെന്നറിയോ? ജീം ഭൂം. ഇതാ മക്കള് ആദ്യത്തെ വാക്ക് കേട്ടില്ലെങ്കിൽ വാപ്പപ്പഴ കവാനെ കുതിക്ക് അടിയിൽ പച്ചപ്പള്ള. ഇന്ന് നമ്മുടെ മക്കളെ മന്ത്രം അതാ. പായും മായും കൂടി മടിയിൽ പിടിച്ചിരുത്തിയിട്ടാണ് കുഞ്ഞിനത് കാണിച്ചു കൊടുക്കുക. പാപ്പ കിടന്നുറങ്ങുമ്പോ നെഞ്ചത്ത് കയറിയിട്ട് അവൻ പറയും ജി ബൂബ. നമ്മൾ ശീലിപ്പിക്കുന്നതല്ലേ നമ്മളെ മക്കൾ ശീലിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഏത് രീതിയിലാണോ ശീലിപ്പിച്ചത്, നമ്മൾ എന്താണോ പഠിപ്പിച്ചത്, അത് തന്നെയായിരിക്കും നമ്മുടെ മക്കൾ. ഒരു വ്യത്യാസവും അച്ചുപോലെ അവർ ഒപ്പിയെടുക്കും. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ശീലിപ്പിക്കണം. എന്നിട്ട് കുറഞ്ഞ ഉറക്കം നമ്മൾ നേടിയെടുക്കണം. നിങ്ങൾ ചിന്തിച്ച് ഔലിയാക്കന്മാരെന്ന് ലോകത്ത് പറയുന്നവരെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച്. നിങ്ങൾ ഓരോരുത്തരും, നിങ്ങൾ പലരും ചിലപ്പോ ഓച്ചറവപ്പ എന്ന് പറയുന്ന ആ മനുഷ്യനെ ചിലപ്പോ നിങ്ങൾ അംഗീകരിക്കുന്നവരുണ്ടാവില്ല, അംഗീകരിക്കുന്നവരുണ്ടാകും. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ആ മനുഷ്യനെ കുറ്റം പറയാനാവല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നൗഷാദ് വാഗവി അംഗീകരിക്കുന്നത് കൊണ്ട് നിങ്ങൾ അംഗീകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ പാവപ്പെട്ടവനാണ്, അറിവില്ലാത്തവനാണ്. ഞാൻ അദ്ദേഹത്തെ വിലായത്തിന്റെ പദവിയിൽ കാണുന്നവനാണ്. അദ്ദേഹം ഉറങ്ങിയിരുന്നത് എത്രയേറാ കണ്ടിരുന്നത്. അദ്ദേഹം രാപകലില്ലാതെ ഒരേ ഉറക്കമുറങ്ങിയിരുന്നത് നിങ്ങൾ എത്ര പേരാ? നിങ്ങൾ ഈ നാടിന്റെ അടുത്ത് കഴിയുന്നവരല്ലോ. നിങ്ങൾ എത്ര പേരാ കണ്ടിട്ടുള്ളത്? ഔലിയാക്കന്മാര് സുഖശുദ്ധയിൽ ഉറങ്ങിയിരുന്നത് ലോകത്തിന്റെ വരെ കണ്ടിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട വടക്കാഞ്ചേരി വരവൂര് മുഹമ്മദ് വ്യക്തിമസ്ഥാനെന്ന ആത്മീയ തേജസ്സിന്റെ പ്രകാശം ആവാഹിച്ചുകൊണ്ട് കിടന്നിറങ്ങുന്ന സൂര്യപ്രകാശത്തെ അല്ലാഹു ആ മഹാന്റെ ഹൃദയത്തിന് പ്രകാശം ചൊരിഞ്ഞു കൊടുക്കട്ടെ. ആ മഹാന്റെ ബറക്കത്ത് കൊണ്ട്, ഹക്ക് കൊണ്ട് പാവപ്പെട്ട അടിമകളായ സാധുക്കളായ കഴിവില്ലാത്തവരായ നമ്മുടെ മനസ്സിൽ അല്ലാഹു ഈമാൻ നിറയ്ക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, 15 വർഷമാ ഒരു പൂവ കണ്ണടയ്ക്കാറ്, രാവും പകലും ഒരുപോലെ കണ്ണടയ്ക്കാറ്,
ജീവിച്ചത് 15 വർഷമാ. അവരുടെ പാറ പിൻപറ്റാൻ നമുക്ക് പറ്റൂല. കാരണം നമ്മളൊക്കെ താഴേക്കരയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരാ. അവരൊക്കെ മസ്ത് ബാധിച്ചു പോയവരാ. അതുകൊണ്ട് നമ്മൾ ഉറക്കമടിയണമെന്നല്ല പറഞ്ഞത്. ഖുർആൻ പറയുന്നു വജഅൽനാ നൗമകും സുബാതാ. അല്ലാഹു നിങ്ങൾക്ക് ഉറക്കം തന്നത് അല്ലാഹുവിന്റെ ഖുർആനിലൂടെ തവച്ച റബ്ബ് അനുഗ്രഹമായിട്ട് എടുത്തു പറയുമ്പോ, വിശ്രമിക്കാനാണെന്ന് എടുത്തു പറയുമ്പോ ആ ഉറക്കം കളയണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഉറക്കമാണ് ഒരു മനുഷ്യന്റെ ജീവിതമെന്ന് വരുത്തി തീർക്കല്ലേ. ആവശ്യത്തിലുള്ള ഉറക്കമല്ലേ. ഇന്ന് ഡോക്ടർമാര് ശാസ്ത്രലോകത്തിന്റെ മാനം സ്വീകരിച്ചുകൊണ്ട് പറയുന്നത് 6 മണിക്കൂർ ഉറക്കം ഒരു മനുഷ്യന്റെ ശരീരത്തിന് അഭികാമ്യമാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് ഉറക്കം വേണ്ട. സുബഹി നമസ്കാരത്തിന്റെ സമയം കഴിഞ്ഞാൽ 9 മണിയായാലും 10 മണിയായാലും എഴുന്നേക്കാറ് കവറിന് കിടന്നുറങ്ങുന്നവരെ എന്തോ ഒരവസ്ഥയാ. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ് ലോകത്തിൽ നിന്ന് വിട പറയുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അണികളോട് പറഞ്ഞതെന്തെന്നറിയോ? കൈഫ അസ്ബഹ്തു യാ ശൈഖീ, എങ്ങനെയുണ്ട് ഉസ്താദ് ഇന്നത്തെ പ്രഭാതം എന്ന് ചോദിച്ചപ്പോ അസ്ബഹ്തു മിനദ്ദുനിയാ റാഹിലാ വലിയ ഖവാനി മുഫാരിഖാ ولكأسلمنية سائبا ولسوء أعمالي ملاخيا. ലക്ഷക്കണക്കാർ ഹദീസ് മനപ്പാഠമാക്കിയ ശാഫിഈ ഇമാം ലോകത്തോട് പറയുന്നു, ഞാൻ ഇന്ന് തന്നെ മരിക്കാൻ പോവാണ്. അസ്റായീൽ ഇന്ന് തന്നെ എന്നെ കൊണ്ടുപോകുമെന്നുറപ്പാ. അതുകൊണ്ട് വലിസൂഇ അഅ്മാലി മുലാഖിയാ. എന്റെ ഖബറിന്റെ അകത്ത് എന്നെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന ഞാൻ ചെയ്തു പോയ തിന്മകളെ കുറിച്ച് ഓർത്തുകൊണ്ട് കരയുന്നു എന്ന് പറഞ്ഞതാരാ? 7ാമത്തെ വയസ്സില് അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും മനപ്പാഠമാക്കിയ ശാഫിഈ ഇമാം. 8ാമത്തെ വയസ്സില് അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ട ശാഫിഈ ഇമാം. ലക്ഷക്കണക്കാരെ ഹദീസ് മനപ്പാഠമാക്കിയ ഇമാം പറയുന്നത്, ഞാൻ ചെയ്തു പോയ തിന്മകൾ എന്റെ ഖബറിന്റെ അകത്ത് എന്നെ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം ലോകത്ത് ഉറങ്ങിയിരുന്ന രാത്രി വളരെ കുറവാ. നമ്മളോ സിനിമ കണ്ട് ഉറങ്ങിപ്പോകുന്നവര്, പാട്ട് കേട്ട് ഉറങ്ങിപ്പോകുന്നവര്, തിയേറ്ററിന്റെ ശബ്ദം കേട്ട് ഉറങ്ങുന്നവര്, അതുപോട്ട് കയ്യിൽ വെച്ചുകൊണ്ടറിയാതെ മയങ്ങുന്നവര്, എത്രയോ പേര് കിടന്നിട്ട് പിന്നെ എഴുന്നേറ്റിട്ടില്ല. തിരുവനന്തപുരം വള്ളക്കടവെന്ന് പറയുന്ന സ്ഥലത്ത് കല്യാണം വിൽക്കാൻ വേണ്ടി ഓടി നടന്ന ചെറുപ്പക്കാർ അതെല്ലാം കഴിഞ്ഞ് ക്ഷീണത്തോടെ രാത്രി വന്ന് കിടക്കുകയാ. അടുത്ത ആഴ്ചത്തെ മണവാളക രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയം കഴിഞ്ഞിട്ടും എഴുന്നേൽക്കുന്നില്ല. ഉമ്മ പോയി വിളിക്കുന്നു, കൂടപ്പുറപ്പുകളെ പോയി വിളിക്കുന്നു, ചലനമില്ല. തുറന്നു കിടന്ന ജനാലയിലൂടെ നോക്കുമ്പോ തന്റെ മകനകത്ത് തളർന്നു കിടക്കാട് ഫേന് കറങ്ങിക്കൊണ്ടിരിക്കാണ്. വിളിച്ചിട്ടനങ്ങുന്നില്ല. വാതിൽ ചവിട്ടിപ്പൊളിച്ചുകൊണ്ട് അകത്ത് കിടക്കുമ്പോ മരിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതൊരു ചെറുപ്പക്കാരന്റെ സംഭവമാണ്. പ്രായം തന്നവരുടെ കഥയല്ല. എന്റെ മുമ്പിൽ നിൽക്കുന്ന യുവത്വമേ, ഇതാ ഒരാഴ്ച പേര് കഴിയുമ്പോ അല്ലാഹുവിന് സമുദായത്തിന് മാത്രം സമ്മാനമായി തന്ന പരിശുദ്ധ റമളാൻ നമ്മുടെ മുമ്പിലെത്തുകയാ. ആ റമളാന്റെ രാത്രി എങ്ങനെയോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നമ്മൾ ചിലവഴിക്കുന്നത്. കഴിഞ്ഞ 2-3 വർഷത്തെ റമളാൻ മാസത്തിന്റെ ഒരു 17-ാം രാവിലെ തിരുവനന്തപുരം ജില്ലയുടെ നെടുമങ്ങാട് ഭാഗത്ത് എന്റെ പ്രിയപ്പെട്ടവരെ മമ്മൂട്ടിയുടെ ഫാൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനം നടന്നു. ആ ഉദ്ഘാടനം റമളാന്റെ 17-ാം രാവിലെ നടന്നത്. അത് കാണാ എത്ര ചെറുപ്പക്കാരാ പോയത്. ഒരു ശതമാനവനാണ് പ്രസംഗിച്ചത്. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ റമളാൻ മാസമല്ലേ പോലെ അല്ലാഹു ഇത്രത്തോളം കാര്യമായി സമ്മാനിക്കുന്ന റമളാൻ നിനക്ക് എത്ര ചെറുതായി പോയോ?
കാണുന്നില്ലേ? അൻസാബിന് വേണ്ടി ദുആ ചെയ്യാ, നിസാബിന് വേണ്ടി ദുആ ചെയ്യാ. എത്രയോ കൂട്ടുകാരുടെ പേരാണ് ഈ പ്രിയപ്പെട്ടവന്റെ മനസ്സിന്റെ അകത്തുള്ളതെന്നറിയോ? അവരുടെയൊക്കെ റമദാൻ പോയില്ലേ? അവർ റമദാനും കാത്തിരുന്നവരല്ലേ? അതുകൊണ്ട് എന്റെ കൂട്ടുകാരോട് പറയാ, കളിയും ചിരിയും അവസാനിപ്പിക്കാനുള്ള നേരമായി പ്രിയപ്പെട്ടവരെ, ഉത്സവപ്പറമ്പിൽ രാത്രികാലത്ത് പോയി ഉറക്കമറിയുന്ന ആ സമയങ്ങളെ മാറ്റി വെക്കാം. സമയമായി പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഉറക്കമറിയ ഒരുമിച്ച് വന്നു എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ. അതുകൊണ്ട് ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറയാ, ഈ കല്ലെറിഞ്ഞോടിക്കുന്ന നായ ഉണ്ടല്ലോ, ഒരുപാട് ഉറങ്ങുന്ന ജീവിയല്ല, ഉറക്കം കുറഞ്ഞ ജീവിയാ. അതുകൊണ്ട് നീയും പരിശീലിച്ചോ, വളരെ കുറഞ്ഞ ഉറക്കം മാത്രം ഇതെടുത്ത് ആ പാതിരാ സമയത്ത് സുജൂദ് ചെയ്യുന്ന ഈമാനുള്ള കരുത്തുറ്റ മനസ്സ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുണ്ടാക്കിയെടുത്തു. അത് പാപ്പമാർക്ക് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല, ഉമ്മമാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതല്ല. പാതിരാ സമയത്തെ ഇബാദത്തിലേക്ക് എന്റെ സഹോദരങ്ങളെ മടങ്ങി വരണേ.